അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ശീലമുള്ള കുട്ടികൾ അവരുടെ ബാല്യകാലം കഴിഞ്ഞ് അവർ കൗമാരം യൗവനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വിവാഹം ആലോചിക്കും, അല്ലേ? വിവാഹിതരാക്കും. നമ്മൾ സ്ത്രീകൾക്ക് ഒരു പുരുഷനെയോ പുരുഷനൊരു സ്ത്രീയോ നമ്മൾ കണ്ടുപിടിക്കാൻ തയ്യാറാവും. അപ്പോൾ ഈ വിവാഹ സമയത്ത് നമ്മുടെ അമ്മമാരൊക്കെ എത്ര പൊരുത്തം നോക്കും? 10 പൊരുത്തമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ മഹാഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എത്ര പൊരുത്തമാണെന്ന് അറിയുമോ? 5 പൊരുത്തം. എത്ര പൊരുത്താണ്? 5 പൊരുത്തം. എല്ലാവരും എൻ്റെ കൂടെ പറയണേ. വിദ്യ, പറഞ്ഞേ, വിദ്യ, ധനം, വയസ്സ്, രൂപം, ശീലം. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾ, അല്ലേ? വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകുന്നതാണ്. എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നത്? 10ാം ക്ലാസ് തോറ്റ ഏതെങ്കിലും ഒരു പുരുഷനെ MCOM ഉള്ള അല്ലെങ്കിൽ MBA ഉള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമോ ഇന്നത്തെ കാലത്ത്? ഇല്ല. നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലമാണിത്. ധനം അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്, അല്ലേ? സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞുപോയി, സ്ത്രീധനം കൊടുത്തത് കൂടിപ്പോയെന്നും പറഞ്ഞ് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, അല്ലേ? വിഷം കൊടുത്ത് കൊല്ലുന്നു, പാമ്പിനെ വിട്ട് കൊല്ലിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും കൂടി ചേർന്ന് നവവധുവിനെ ഉപദ്രവിക്കുന്നു. അങ്ങനെ മനുഷ്യത്വത്തിന് രഹിതമല്ലാത്ത, അല്ലേ, എത്രയെത്ര കാര്യങ്ങളാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള എത്രയെത്ര ക്രൂരമായിട്ടുള്ള ഹിംസാമാർഗത്തിലൂടെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. ഗുരു പറഞ്ഞിട്ടില്ലേ, പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ പോരെ, അല്ലേ? അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരതിലൂടെ ഉയർന്നു വന്നോളും. അവർക്ക് സ്ത്രീധനമായിട്ട് ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില വ്യത്യസ്തതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ സാഹചര്യങ്ങളും വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ അതേ അവസ്ഥയിലൂടെ പോകുന്നവരെയൊക്കെ തന്നെ നമ്മൾ വിവാഹം കഴിച്ചു പോവുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ? ഇല്ല. അപ്പം ചില കാര്യങ്ങളിൽ പൊരുത്തം നോക്കുമ്പോൾ വിദ്യാഭ്യാസവും ധനവും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ വയസ്സ്, ഇപ്പോൾ 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 45 വയസ്സുള്ള ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മാക്സിമം എത്ര വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ പാടുള്ളൂ? നമ്മുടെയൊക്കെ ഒരു അല്ലേ, നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം അനുസരിച്ച് ഏകദേശം ഒരു 3-4 വയസ്സിന് വ്യത്യാസം മാത്രം മതി, അല്ലെങ്കിൽ 1-2 വയസ്സിന് വ്യത്യാസം മതി. ഇപ്പം ഞങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലായതുകൊണ്ട് സമപ്രായക്കാരെയൊക്കെയാണ് ഞങ്ങൾക്കിഷ്ടം. കാരണം നമ്മൾ പറയുന്നത് ഏത് രീതിയിലാണെന്ന് അവർക്ക് മനസ്സിലാകും, അല്ലേ? അതുകൊണ്ട് കൂടുതൽ പ്രായ വ്യത്യാസത്തിലേക്ക് നമ്മൾ കടന്നു പോകണ്ട. അതുപോലെ തന്നെ രൂപവും ശീലവും ഒക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, അവിഛിന്നമായി ഭാര്യയും ഭർത്താവും എവിടെ പ്രേമത്തോടു കൂടി ജീവിക്കുന്നുവോ അല്ലെങ്കിൽ വസിക്കുന്നുവോ അവിടം ഐശ്വര്യസമ്പൂർണമാകും എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അവിഛിന്നമായ പ്രേമം. ഇവിടെ ഗുരു പ്രേമം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേമവും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സ്നേഹമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരോടും തോന്നാം, എപ്പോൾ വേണമെങ്കിലും തോന്നും. പ്രേമം എല്ലാവരോടും തോന്നിയാൽ പണി കിട്ടും, അല്ലേ? ആണോ? സ്നേഹം നമുക്ക് എല്ലാവരോടും തോന്നാം, പക്ഷെ പ്രേമം ഒരാളോട് തോന്നിയാൽ മതി. അത് ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ മാത്രം തോന്നിയാൽ മതി, വേറെ ആരോടും നമുക്ക് തോന്നണ്ട, അല്ലേ? അപ്പോൾ എവിടെയാണോ ഭാര്യയും ഭർത്താവും വളരെ പ്രേമത്തോടു കൂടി ജീവിക്കുന്നത് അവിടം സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതിന് ഗുരു വ്യക്തമായി നമുക്കൊരു പല കൃതികളിലൂടെയും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രേമമുള്ള വിശ്വാസമുള്ള 2 ദമ്പതികളെന്ന് പറയുന്നത് ശിവനും പാർവതിയുമാണ്. ശിവപാർവതി ബന്ധത്തിലാണ് ഗുരു ഏറ്റവും അധികം സ്നേഹം കാണുന്നത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ശിവഭഗവാനാണെങ്കിൽ ശിവഭഗവാന്റെ വസ്ത്രധാരണം ഒരു പുലിത്തോലുണ്ട്, കയ്യിലൊരു തൃശൂലമുണ്ട്, കഴുത്തിലൊരു പാമ്പുണ്ട്. പാർവതീദേവിയെ നോക്കുകയാണെങ്കിലോ ഈ ലോകത്തിൻ്റെ സൗന്ദര്യം മുഴുവനും
എന്താണോ സൗന്ദര്യം അതിൻ്റെ ഒരൊറ്റ ഉത്തരം പാർവതി ദേവിയാണ്. അപ്പോൾ ഇവർ തമ്മിൽ കോംപ്ലക്സ് ഒന്നുമില്ലേ? ഇല്ലേ? ഇത്രയും സുന്ദരിയായ ഭാര്യയ്ക്ക് അത്ര സുന്ദരനല്ലാത്തൊരു ഭർത്താവിനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്കൊരു കോംപ്ലക്സ് തോന്നണ്ടേ? അതിവർക്കുണ്ടോ? ഇവരുടെ ഇടയിലുണ്ടോ? ഒരു വ്യത്യാസമുണ്ട്. അവരും നമ്മളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവർ തപസ്സുകൊണ്ട് വിവാഹം ചെയ്തവരാണ്, നമ്മൾ മനസ്സുകൊണ്ട് വിവാഹം ചെയ്തവരാണ്. മനസ്സുകൊണ്ട് വിവാഹം ചെയ്തവരെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിരിക്കാം. പക്ഷെ തപസ്സുകൊണ്ട് അവർ വിവാഹം ചെയ്തവരെ ആർക്കും പിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും, ഇവിടെ ഭാര്യയും ഭർത്താവായിട്ടിരിക്കുന്ന എല്ലാവരും, ഇനി നാളെ വിവാഹിതരാകാൻ പോകുന്ന എല്ലാവരും ശിവനും പാർവതിയും ഒക്കെ പോലെ വളരെ പ്രേമത്തോടു കൂടി അവരുടെ ദാമ്പത്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക. ദാമ്പത്യ ജീവിതത്തിന് പ്രേമം ഒരു വലിയ ഘടകമാണെന്ന് ഗുരു ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം പ്രത്യേകിച്ച് ശിവസ്തോത്ര കൃതികളിലൊക്കെ നമ്മൾ ചൊല്ലാറുള്ളതാണ്. അതിൽ ശിവസ്തോത്ര കൃതികളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഭഗവാന്റെ കോലതീരശസ്തകമൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ വ്യക്തമായി ഭഗവാൻ പറയുന്നുണ്ട്, മാലുണ്ടെതുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിഞ്ഞു നിരർത്ഥധ്വനിയാണെൻ്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും അംബാസമമിന്നെൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. മാലുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലയോ ഭഗവാനെ, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പോൾ സംസാരിക്കാൻ ആരംഭിക്കാത്ത കുട്ടികളുടെ അവസ്ഥകൾ അവരവരുടെ കരച്ചിലൂടെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പം നമ്മൾ ഓർക്കും അവർക്ക് വിശന്നിട്ടായിരിക്കും, അവർക്ക് ചൂടെടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണും, അതുകൊണ്ടായിരിക്കും ആ കുട്ടികൾ ഇങ്ങനെ കടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ കരച്ചിൽ പോലെ ഒരർത്ഥവുമില്ലാത്ത ധ്വനി പോലെ, അല്ലെങ്കിൽ ഒരർത്ഥവുമില്ലാത്ത കരച്ചിൽ പോലെയാണല്ലോ ഞാനും ഇവിടെ കടന്ന് കാണിക്കുന്നതെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈശ്വരനോട് പറയാനുണ്ട്, പക്ഷെ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും എൻ്റെ ഈ സങ്കടങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രീ പാർവതി ദേവിയോടൊപ്പം ഈ ഭൂമിയിലേക്ക്, എൻ്റെ അടുത്തേക്ക് വരണമേ എന്നാണ് ഭഗവാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ കീർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിലൊക്കെ നമ്മൾ കൃതികളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കൃതിയൊക്കെ മനനം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാകും, ഒരു ഭക്തമാനസന് ഏതൊക്കെ രീതിയിലാണോ മനഃശാന്തിയും സുഖവും സൗഖ്യവും ലഭിക്കേണ്ടത് ആ രീതിയിലൊക്കെ തന്നെയായിരിക്കും ഗുരു കൃതികൾ ഇവിടെ രചിച്ചു തന്നിരിക്കുന്നത്.